വളരെ ആവേശകരമായ ഒരു ചടങ്ങിനാണ് നാം എല്ലാവരും സാക്ഷ്യം വഹിക്കുന്നത്. ദേശാഭിമാനിയുടെ തുടക്കം ഇവിടെ പറഞ്ഞു, കോഴിക്കോട് നിന്നാണ്. അത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യവുമാണ്. ഈ കോഴിക്കോടുള്ള നേരത്തെ മുതൽക്കേയുള്ള കെട്ടിടം മാറി ദേശാഭിമാനിക്ക് പുതിയ കെട്ടിടവും ആസ്ഥാനവും വരികയാണ്. കോഴിക്കോടും ദേശാഭിമാനിയും തമ്മിൽ ചരിത്രപരമായ ബന്ധമാണ് നിലനിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ പ്രമുഖമായ പത്രങ്ങളിൽ ഒന്നാണ് ദേശാഭിമാനി. അതോടൊപ്പം CPIMൻ്റെ മുഖപത്രം എന്ന നിലയിലും പ്രവർത്തിക്കുകയാണ്. എന്നാൽ CPIMൻ്റെ മുഖപത്രം എന്ന നിലനിർത്തുമ്പോൾ തന്നെ പൊതുവാർത്തകൾക്ക് വലിയ പ്രാധാന്യം ദേശാഭിമാനി നൽകുന്നുവെന്നത് ഏവരും സമ്മതിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദേശാഭിമാനിയുടെ സ്വീകാര്യത നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു എന്നതും കാണാൻ നമുക്ക് കഴിയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തുടക്കം കേരളത്തിൽ നിന്നായിരുന്നു എന്നതും നാം ഓർക്കേണ്ട ഒരു കാര്യമാണ്. പാർട്ടിയുടെ കേരളത്തിലെ ആദ്യ ഘടകം രൂപപ്പെട്ടതും ഈ കോഴിക്കോട് തന്നെയാണ്. കല്ലായിത്തെരുവിൽ ഒരു പീടിക മുറിയിൽ P. കൃഷ്ണപിള്ളയും EMSഉം K. ദാമോദരനും NC ശേഖറും അങ്ങനെ 4 പേർ പങ്കെടുത്ത് നടന്ന ആ യോഗമാണ് പാർട്ടിയുടെ തുടക്കം കുറിക്കുന്നത്. ഇവിടെ തന്നെയാണ് ദേശാഭിമാനിയുടെ ആദ്യ യൂണിറ്റ് പ്രവർത്തനവും ആരംഭിച്ചത്. അതാണ് പിന്നീട് വലിയ തോതിൽ വളർന്നു വന്നത്. നാടിൻ്റെയും ജനങ്ങളുടെയും താല്പര്യം മുൻനിർത്തിക്കൊണ്ട് ദേശാഭിമാനി എല്ലാ കാലത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് വിലങ്ങുകൾ എല്ലാം ഉണ്ടായെങ്കിലും അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി വിട്ടുവീഴ്ചയില്ലാതെ ജനങ്ങളുടെ ശബ്ദം എല്ലാ ഘട്ടത്തിലും പ്രതിധ്വനിപ്പിച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ പിഴയും തടവും പത്രം തന്നെ പൂട്ടിക്കലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ആ ദീർഘമായ ചരിത്രത്തിലേക്കൊന്നും ഇപ്പോൾ ഞാൻ കടന്നു പോകുന്നില്ല. എന്നാൽ കാണേണ്ട വസ്തുത എല്ലാ തടസ്സങ്ങളെയും തട്ടിയെറിഞ്ഞുകൊണ്ട് ദേശാഭിമാനി വളരുകയാണുണ്ടായത് എന്നതാണ്. ഇപ്പോൾ ആധുനിക പ്രസ്സാണ് നമുക്കുള്ളത്. നേരത്തെ അക്ഷരങ്ങൾ ഒന്നൊന്നായി പെറുക്കി വെച്ചുള്ള കല്ലച്ച് സംവിധാനമായിരുന്നു. അതിൽ നിന്നാണ്
മറ്റ് ഏത് പത്രത്തിനുമുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ അച്ചടി സംവിധാനത്തിലേക്ക് ദേശാഭിമാനി വളർന്നെത്തിയത്. ഒരെഡിഷൻ ആയിരുന്നു നേരത്തെയെങ്കിൽ ഇന്നത് 10 എഡിഷനിൽ എത്തി നിൽക്കുകയാണ്. കല്ലച്ചിൽ നിന്ന് ഓഫ്സെറ്റ്, ഫാക്സിമിലി, ഡെസ്ക്ടോപ്പ് സാങ്കേതിക സംവിധാനങ്ങളിലേക്കും ഓൺലൈൻ വാർത്താ പ്രസരണത്തിലേക്കും ദേശാഭിമാനി വളർന്നിരിക്കുന്നു. പ്രിൻ്റ് മീഡിയയിൽ നിന്ന് ഇ പേപ്പറിലേക്കും 10,000-കണക്കിന് കോപ്പികൾ എന്നതിൽ നിന്ന് ലക്ഷക്കണക്കിന് കോപ്പികൾ എന്ന നിലയിലേക്കും ദേശാഭിമാനി വളർന്നിരിക്കുന്നു. പൊതുജീവിതത്തിൻ്റെ എല്ലാ ധാരകളെയും വ്യത്യസ്ത പക്തികളിലൂടെയും പേജുകളിലൂടെയും പ്രതിഫലിപ്പിക്കുന്ന നിലയിലേക്ക് ഒരു പൊതുപത്രമായി ദേശാഭിമാനി വളർന്നിരിക്കുകയാണ്. മാറുന്ന കാലത്ത് വലിയ തോതിൽ ദേശാഭിമാനിയുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. നമ്മുടെ പുരോഗമന സംസ്കാരത്തിന് ഇടിവരുത്താൻ മനഃപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന കാലമാണിത്. നിർഭാഗ്യവശാൽ പല മാധ്യമങ്ങളും എഴുത്തുകാരുമെല്ലാം അത്തരം ശ്രമങ്ങളുടെ ഭാഗമാകുന്നതും നാം കാണുകയാണ്. അല്ലെങ്കിൽ അവയെ ഗൗരവമായി കാണാതിരിക്കുന്ന നിലയുണ്ടാകുന്നു. പുരോഗമനമെന്നത് നിരന്തരം നവീകരിക്കുകയും അങ്ങനെ കാലത്തെയും സമൂഹത്തെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ആ രീതിയിൽ സ്വയം നവീകരിക്കുന്നതിനും മുന്നേറുന്നതിനുമാകട്ടെ ശരിയായ വിവരങ്ങളും വസ്തുതകളുമൊക്കെ വേണ്ടതായുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുക, ഇതാണ് ദേശാഭിമാനി ചെയ്യുന്നത്. പലരും പറയാത്തതും മറച്ചുവെക്കുന്നതുമായ സത്യങ്ങൾ ദേശാഭിമാനി ജനങ്ങളെയും നാടിനെയും അറിയിക്കുന്നു. ഇത്തരം വിവരങ്ങൾ പൊതുസമൂഹവുമായി പങ്കുവെക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ് മാധ്യമങ്ങൾക്കുള്ളത്. എന്നാൽ അതിനു പകരം വസ്തുതകൾ മറച്ചുവെക്കുകയും ചിലപ്പോൾ തെറ്റായ വിവരങ്ങൾ പകർന്നു നൽകുകയും ചെയ്തുകൊണ്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിക്കുന്ന പ്രവണത നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളുടെയും ഇടയിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇത് നാടിൻ്റെ പുരോഗമനപരമായ മുന്നേറ്റത്തിന് തന്നെ വിഘാതമായി മാറുന്നു. വായനക്കാരൻ്റെ അറിയാനുള്ള അവകാശത്തെ തങ്ങൾക്ക് ഹിതമായത് മാത്രം അറിയിക്കാനുള്ള കോർപ്പറേറ്റ് അവകാശം കൊണ്ട് പകരം വെക്കുക എന്ന കാര്യമാണ് ഇന്ന് ഇന്ത്യൻ മാധ്യമരംഗത്ത് പൊതുവിലും കേരളത്തിൽ വിശേഷിച്ചും നടക്കുന്നത്.